ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലേക്കാണ്. വെറുതെ ഒന്നും വന്നതല്ല കേട്ടോ. നമ്മുടെ കർണാടക വനവകുപ്പിൻ്റെ കുറച്ച് കോട്ടേജുകൾ ഇവിടെയുണ്ട്. അവിടെ ഇന്ന് രാത്രി താമസിക്കാൻ വന്നതാണ്. ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം, ഒരു പ്രൈം ലൊക്കേഷൻ എന്നൊക്കെ പറയാം. അവിടെയാണ് കർണാടക വനവകുപ്പ് ഈ കോട്ടേജുകൾ നിർമ്മിച്ചിട്ടുള്ളത്. മുമ്പൊരിക്കൽ ഒരു ദിവസം ഞങ്ങളിവിടെ നിന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അമ്മയെയും കൂട്ടി, അമ്മയ്ക്ക് പിന്നെ കുറച്ച് പ്രായമുള്ളതുകൊണ്ട് കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയെയും കൂട്ടി ഒന്ന് ഇവിടെ നിന്ന് താമസിക്കണമെന്ന് വിചാരിച്ചു. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇത്തരം ബാറ്ററി വണ്ടികളിലാണ് ഇവർ നമ്മെ കോട്ടേജിലേക്ക് കൊണ്ടുപോവുക. സാധാരണ നമ്മളെ കാറും കൊണ്ട് അങ്ങോട്ട് കോട്ടേജിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് വല്ല ഈ ആനേൻ്റെയൊക്കെ ഉപദ്രവമുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും വണ്ടി കൊണ്ട് അവർ സമ്മതിക്കില്ല. ഇതിപ്പോൾ അമ്മയും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ തന്നെ കോട്ടേജിൻ്റെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ പുതുതായി നവീകരിച്ച ശീതൽ എന്ന പേരുള്ള കോട്ടേജ്. പിന്നെ ഈ മുന്നിൽ കാണുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹരിണി എന്നുള്ള കോട്ടേജ്. ഇതും പുതുതായി നവീകരിച്ചതാണ്. കാടിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ കോട്ടേജിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. റൂമൊക്കെ അടിപൊളിയാണ്. ഏകദേശം ഒരു 3 സ്റ്റാർ ഹോട്ടലിൻ്റെ നിലവാരമൊക്കെ ഉണ്ട്. ഈ കൊടുങ്കാടിൻ്റെ നടുവിലെ ഈ കോട്ടേജ് നവീകരിച്ചപ്പോൾ ഇത്ര നന്നാവുമെന്ന് ഏതായാലും കരുതിയില്ല. ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഈ ജനലിലൂടെ ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ നന്നായി കാണാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മാനുകളൊക്കെ ഓരോന്നായി കോട്ടേജിൻ്റെ അരികിലേക്ക് വന്നു തുടങ്ങി. ഇതാണ് ഇവിടുത്തെ കോകില കോട്ടേജ്. മാനുകളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പുറക് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു മഴയ്ക്കുള്ള ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കെ മാനുകളെല്ലാം കൂടി പെട്ടെന്ന് ചിതറിയോടി. പിന്നെ കണ്ടത് മാനുകളുടെ ഒരു വശത്ത് കൂടെ നടന്നു നീങ്ങുന്ന ബന്ദിപ്പൂരിലെ ആ പുലിയെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം. ബൈ.